ചാൻസ് പുതിയത് വന്നതാണ് ഇപ്പൊ കിടക്കുന്നത് ലേറ്റസ്റ്റ് 50. ഇനി പുതിയത് പറഞ്ഞ അടുത്ത കഴിയും. ഒരു ലൈക്കായി. തരുന്നതാണ്. അടുത്ത ലൈക്ക് വരട്ടെ. അടുത്ത ലൈക്ക് വരട്ടെ. അടുത്ത ലൈക്ക് ഒരു സ്റ്റാർക്ക് വെൽക്കം ടു സ്ട്രീം. ഇന്നലെ രാത്രി സ്റ്റാർക്ക് ടൈം ഔട്ട് ആയി പോടാ പാവം. എന്ത് കളിയെന്ന്. നമ്മൾ ഇന്നലെ എന്ത് കളിയാ കളിച്ചത്. ചിക്കി അടിച്ച് 2 കളിയും ഓക്കെ കളിയാന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന 2 കളിയും എടാ സോണിക്കറിയൊക്കെ ബ്രൂട്ടസ് കഴഞ്ഞൊക്കെ പിടിച്ച സലറിയത്തിൽ എവിടെ കയറുന്നു എല്ലായിടത്തും ആൾക്കാര് സോണ്ട് ഔട്ടിന്നൊക്കെ അടി. അത് ആ കറക്റ്റ് ടഫിലോ വരുമ്പോ അങ്ങനെ വണ്ടിയൊക്കെ അടിച്ച് ഇവൻ നോക്കുമ്പോ ഓരോരുത്തവരും വണ്ടി നിന്നൊക്കെ പോയിട്ട് ഇവനെ അടിച്ചിടണം ആൾക്കാർ വണ്ടിക്കകത്ത്. അവരങ്ങനെ ഓടിച്ചു പിന്നെ തലയിട്ട് ആശയം കൊണ്ട് പോകുന്നു സൈഡിൽ കൂടെ അത്ര എത്തിട്ട് ഓപ്പണിൽ കൂടെ അടിച്ചു. കുഞ്ഞു ലൈക്ക് അതെല്ലാം ലൈക്ക് സോറി അണ്ണാ മറന്നുപോയി. ഇപ്പോൾ തന്നെ പഠിക്കാം. അതല്ല അയ്യോ സോറി അണ്ണാ പറഞ്ഞ സമയത്ത് എന്റെ പറക്കൽ തെറ്റിപ്പോയി. പണി കിട്ടി. അത്ര ലേറ്റ് അല്ല. ഇത് മണ്ടേ പുറങ്ങൂടാ. അടിയിലിറങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത്. മണ്ടയിൽ ആരും എടാ തോക്കുന്ന പിസ്റ്റളുടെ കയ്യില് എല്ലാവർക്കും അവിടെ കിടക്കുന്നു. വണ്ടിയൊക്കെ വന്ന് പിന്നെ ആൾക്കാരുള്ള ഫ്രണ്ടടിക്കല്. പഠിച്ചു പോയിട്ടില്ലേ ലൈവേ. കയ്യിലാണ് കയറി പിസ്റ്റലും 34 അല്ല കോൺകാർ അടിക്കാൻ എത്ര പോയിന്റ് വേണം? എനിക്കോ? എനിക്ക് ഇന്നാണെന്നുണ്ടെങ്കിൽ 5000 വെച്ച കോൺകാർ 5000 4000 എത്ര മറ്റേ 4500 400 ഇനി ഉണ്ട് 600. നീ ആരാ അടിച്ചോണ്ടിരിക്കണേ? ദൂരെ ഒരു ബോട്ട് പക്ഷെ കിട്ടിയില്ല. വണ്ടാണ്ട് അടിക്കുന്നു പക്ഷെ സ്കോപ്പ് ഒന്നുമില്ല. അടിക്കണേ ഞാൻ സേഫാ മൂല നിങ്ങൾ വാ, ഒരാള് വാ. ഇവിടെ അടിച്ചടിച്ച് തൊട്ടടാ ലിയോ ചതിക്കല്ലേ. DBS സെൻസിറ്റിവിറ്റി ഒക്കെ ഒന്ന് മാറ്റിയായിരുന്നു. നോക്കട്ടെ വല്ല കൊണോണ്ട്. കയ്യില് ഒന്നുണ്ടല്ലോ. ഇവന്റെ പെട്ടിയിലുണ്ടോ? മണ്ടയിലാണ്. ഓ ഇത് പ്രശ്നമായല്ലോ. ഇപ്പൊ നമുക്ക് ഇത് വലിയ പ്രശ്നമാണ്. വണ്ടേക്ക് അറിയാൻ അടിക്കണം. ഇത് എവിടുന്നായി അടിക്കുന്നത്? എവിടുന്നാണ്? മൂല അറ്റത്ത്. ഇവരെ കാണാൻ കൂടി ഇല്ല. ഇപ്പൊ കണ്ട് ഞാൻ കണ്ടില്ല അവനെ. ഞാന് ഈസി 4 കില്ലാണ് മാറി. നിങ്ങൾ ആരും കണ്ടില്ല പൊക്കത്തിറങ്ങണത്. ആവശ്യം നല്ല ഗണ്ണും കിട്ടത്തില്ല. എത്ര കില്ല കൺമുന്നിൽ കൂടെ. കോൺകർ അടിച്ച് 5 മാച്ച് അടിച്ചാൽ ടൈറ്റിൽ കിട്ടും. അപ്പൊ തന്നെ തരത്തില്ല. അടുത്ത സീസൺ ആകുമ്പോൾ തരട്ടോ. സീസൺ തീർന്ന് അടുത്ത സീസൺ ആകുമ്പോ നമുക്ക് തരും. അങ്ങനല്ലേ മറ്റേ? അങ്ങനെ ടൈറ്റിലും ഫ്രെയിമും ഒക്കെ അപ്പോഴേ തരട്ടോ. ഇല്ല അല്ല ഫ്രെയിം ഫസ്റ്റ് വരും. മറ്റേ 2 സാധനം ലാസ്റ്റ്. മറ്റേ നെയിമിന്റെ ഫ്രെയിമും മറ്റേ ടൈറ്റിലൊക്കെ അടുത്ത സീസൺ റിഫ്രഷ് ആകുമ്പോൾ
ഭാഗ്യമില്ല. നമ്മൾ ഫ്രെയിമിന് വേണ്ടിയാണല്ലോ, ഗൈഡിന് വേണ്ടിയല്ലല്ലോ കളിക്കുന്നത്, നമ്മൾ ഫ്രെയിമിന് വേണ്ടിയല്ലേ കളിക്കുന്നത്. ആനിമേറ്റ് ഫ്രെയിം ഇവിടെ വന്ന തലമണ്ണടി പൊട്ടിക്കാണ് വന്നു കഴിഞ്ഞാൽ. ഒരു ബോട്ടിനെ കിട്ടും. ഇപ്പൊ കണ്ണുണ്ട് ചാടി ഇറങ്ങിട്ട് തോക്കിയിട്ടില്ലെന്ന് എനിക്ക് എന്ത് ഭ്രാന്തി രംഗമെന്നറിയോ. കറക്റ്റ് മേളത് എന്തെങ്കിലും ചെയ്യണം. എന്റെ ഗണ്ണുണ്ടായിരുന്നു, ഗണ്ണുണ്ടാകാൻ വീണേനെ അവിടെ മര്യാദക്ക്. ആരെ ക്ലൈറ്റ് ഓടിക്കണം? നമ്പർ 4 ആണോ? ആണ്. ഞാൻ നോക്കി ഏതവനാണെന്ന് ഓടിക്കണം. 15 കോയിന് വെസ്റ്റും ഹെൽമെറ്റും ഒക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ ഇറങ്ങി നീ എന്താണ് മൂല ചാടാൻ പറഞ്ഞത്? ബോട്ട് ഇഷ്ടം പോലെ പോട്ട് ബാക്കിൽ, തന്റെ ബാക്കിൽ പോട്ട്, തന്റെ ബാക്കിൽ പോട്ട്. ഒരെണ്ണം മറ്റേ ഫ്രണ്ടിൽ ലിയോടെ അത് ബ്രൂട്ടസ് അടിച്ചു വന്നിട്ട് വിളിച്ചിട്ടെ ഞാൻ ബോട്ടെ എന്റർടൈൻ ചെയ്തേക്കാം. എവിടെ വേറെ അറിയൂ ബോട്ട് ലിയോടെ അടുത്ത് അവിടെ. അപ്പൊ നീ നീ എന്റർടൈൻ ചെയ്യാൻ എന്തൊക്കെ വായിൽ എന്തൊക്കെ വീരുണ്ട് ഉറക്കപ്പിച്ചാൽ ഇപ്പൊ വരേക്ക് കിട്ടി ലിയോ കിട്ടുന്നല്ല കേടാ ഓടി നടക്കടാ ചുറ്റും. വേറൊരു ബോട്ട് മിത്തേ അത് ഞാൻ എടുത്തോളാം. കുറവാ അമൽ അത് ബ്രോയുടെ ഫോണിന്റെ പ്രശ്നമായിരിക്കും. ബാക്കി കാര്യം പറഞ്ഞില്ലല്ലോ. സ്ഥിരം 2 കൽപ്പിച്ച് ബ്രൂട്ടസ് മുന്നേറുന്നു. പിന്നല്ല പാട്ട വണ്ടിയും കൊണ്ടാ തുറത്തത്. വേറെ വണ്ടി ഇട്ടുണ്ട് നിനക്ക് വേണ്ടി. അവിടെ ബെൻത്ത് നോക്കിട്ട് കണ്ടില്ല, എന്ത് ചെയ്യാനാ, ഉള്ളതല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എൽബിൻ തണ്ടർ ഇവൻ എഫ്എസ് ഡ്രോപ്പ് ഉണ്ട്. എടാ പോടാ ബോട്ടിന്റെ അടുത്തോണ്ടാ നേരെ ലീഡ് എടുത്തുണ്ടോ? അവിടെ ബോട്ടുണ്ട്. എനിക്കറിയില്ല. തന്റെ തലയാണ് ലിയോയുടെ ബോട്ട്. ലിയോയുടെ അടുത്തുള്ളതാണോ എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ലിയോയുടെ അടുത്തുള്ളതായിരിക്കും. അതാണെന്ന് തോന്നുന്നു. എടാ പോയത് ലിയോ മാർക്കിയോ ബോട്ടിന് മാർക്കിട്ട് അവിടെ ഉണ്ടാ ബോട്ടുണ്ടാ? ഇല്ലില്ല അടിച്ച് അതാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ഓടി വന്നായിരിക്കും. ആ ബോട്ടായിരിക്കും. 300 മീറ്റർ അകലെ ഒരു ബോട്ടിനെ അടിച്ചിട്ടുണ്ട്. വണ്ടിയാ ഇപ്പൊ ആ വണ്ടി കൊണ്ട് പോകാം. കമിഷി പോണോ? അങ്ങൊരു വണ്ടി ഉണ്ടായിരുന്നു. എന്തോ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ജീപ്പാണോ മോൺസ്റ്റർ ട്രക്കാണോ എന്തോ കമിഷി പോണോ? സ്റ്റാർ കെ ഡെഡ്പൂൾ കളിപ്പിട്ട് സ്ട്രീം എന്താണ് ഡെഡ്പൂളെ ബിഗ് ഫാൻ തോന്നുന്നു. ഏതാ മോൺസ്റ്റർ ട്രക്ക്? കമ്മീഷൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ ലൂട്ടി വരണം, ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് ലൂട്ടി വരും. ഞാനാണ് കമ്മീഷന് ബാക്കി ആദ്യം പോയി നോക്കാം. ആളുണ്ടെങ്കിൽ പെട്ടു ഒന്ന് ഇറങ്ങാൻ പോലും പറ്റൂല കമ്മീഷന്. പിന്നെ അവിടെ നിന്ന് ഇന്നലെ ഞങ്ങൾ മിന്നിലൊക്കെ അടിച്ച് കളിച്ച് കളിയാണ്. എല്ലാരും സെൽഫ് റിവൈവ് ഇട്ട് ഇങ്ങനെ കളിച്ച് ലെഫ്റ്റ് ഈ മണ്ടേ പോ ലെഫ്റ്റ് കയറി പോ. ഇന്ന് കാണിക്കണേ ഡെഡ്പൂൾ എന്താ പരിപാടി? കോളേജൊക്കെ എങ്ങനെ പോകണ്ട? ലെഫ്റ്റ് പിടിച്ചോ. അവിടെ ബോട്ടുണ്ടാ? അവിടെ സെൽഫ് റിവ്യൂ ഉണ്ടെന്നാണ് മാർക്ക് ചെയ്തത്. പോട്ടെ ഇനിയും പോട്ടെ. കമ്മിഷിക്ക് കയറണ്ട. ലെഫ്റ്റ് പിടി. ഇന്ന് നെറ്റും പോയി. MS പോയി. ഇവനെ ലെഫ്റ്റ് പിടിച്ചോ. ലെഫ്റ്റ് ഇവൻ റൈറ്റ് വണ്ടി. ലെഫ്റ്റ് എന്ന് പറയുമ്പോ റൈറ്റ് ഇരിക്കണാണ് ഇവൻ. ലെഫ്റ്റോ എവിടെ പോവാനാ? ഇന്നലെ പോയെടുത്ത് വിട്ടാനാ? അവിടെ തന്നെ ഇന്നലെ പോയ സ്ഥലം തന്നെ. പോ ഞാനും ബ്രോ പോകുമ്പോ ആ സ്പോണാ. വണ്ടിയൊക്കെ എപ്പോഴും ഓടിക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ സൈഡിൽ പാർക്ക് ചെയ്യണം. റോഡിന് നടുക്കല്ല. ആരിലൊക്കെ ഉണ്ടെങ്കിൽ വധിച്ചേനിപ്പോ. ഇവിടെയൊക്കെ റെൻഡർ അടിക്കണം. എന്ത് മാങ്ങയത്.
ഈ ലൈവ് കുറച്ചുകൂടി ഇത് കൊള്ളാട്ടെ. ഈ ആപ്പ് കൊള്ളാം. ഈ ആപ്പല്ല, ഈ സെറ്റിങ്സ് കൊള്ളാം. അതിന്റെ സെറ്റ് മറ്റേ ആയോ? റീചാർജ് കൊള്ളാം. ഇല്ല ഇല്ല ചെയ്തില്ല. ഞാൻ വേറെ സംഭവം ചെയ്തു. അതുപോലെ തന്നെ ഉണ്ടല്ലോ. ഇത് ഞാൻ ചെയ്തോണ്ടിരുന്നറിയോ, മറ്റേ ഫോണൊക്കെ ആൾക്കാർ മറ്റേ സ്ക്രീൻ അടിച്ചു പോകുമ്പോ ആൾക്കാർ റിപ്പയറിങ് കട കൊടുക്കൂലേ, അപ്പൊ ഒരു USB ഡിബഗിങ് ചെയ്താണ് സ്ക്രീൻ കാസ്റ്റ് ചെയ്യണത് PC-യിലേക്ക്. അതങ്ങനെ ചെയ്തു ഞാൻ. അങ്ങനെ ചെയ്തു. ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ അല്ലേ? സൗണ്ടും വരും. ഈ സെയിം ക്വാളിറ്റി സ്ക്രാപ്പി എന്നൊരു സാധനമുണ്ട്. ആ സ്ക്രാപ്പിയില് സൗണ്ട് ഓട്ടോമാറ്റിക്കും വരും അതിന്റെ കൂടെ സ്ക്രീൻ അറിയുമ്പോ. ആശ്വാസം. ഇത് മിററിംഗ് പോലും അല്ല, അതാണ് ഏറ്റവും കോമഡി. കാരണം മിററിംഗ് ആണ് നമ്മുടെ ഫോണില്. യുവർ സ്ക്രീൻ ഇസ് മിററിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 പണി ചെയ്യണം ഒരു സമയത്ത്. ഇത് ലിറ്ററലി പ്രൊസസറിന്റെ ഉള്ളിൽ നിന്ന് ഡിസ്പ്ലേ എടുത്ത് നൈസായിട്ട് നേരെ ലാപ്പിൽ കൊടുക്കണം, അല്ലാതെ രണ്ടാമത് മിററിയേ ഇല്ല. അതാണ് ഡിബഗിങ് ഓൺ ചെയ്യണം. പക്ഷേ ചില ഗെയിമുകൾ പറ്റത്തില്ല. അതായെന്നറിയോ, ക്രാഫ്റ്റ് ന്യൂസിറ്റ് കളിക്കാൻ പറ്റില്ല. കാരണം ഡിബഗിങ് കൊണ്ട് ന്യൂസിറ്റ് കളിക്കാൻ പറ്റില്ല. അതാണ് ഡുവോൺ എടുക്കണം. ഡുവോണാണ് ഫ്രീ മിററിംഗ് ഉള്ള. അതേപോലെ തന്നെ ചില UPI പേയ്മെന്റ് നടത്താൻ പറ്റില്ല ഡിബഗിങ് ഓൺ ആണെങ്കിൽ. അത് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. UPI പേയ്മെന്റ് പ്രശ്നമുണ്ട്. അങ്ങനെ കുറച്ച് ചില സാക്രിഫൈസുകൾ. ഇതെന്റെ സെക്കൻഡ് അക്കൗണ്ടിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അമൽ KD 2.something ആണെന്നാണ് തോന്നുന്നു. ബാക്കിൽ പോയി ഇനി നോട്ടിട്ടെ. ലൈക്ക് അടിച്ച് അവൻ വന്നോളൂ, ലിയോ വന്നോളൂ. RP ഡേറ്റ് 10-ാം തീയതി ബ്രോ. അഭിരാം ബ്രോ ഇപ്പൊ എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു. അയ്യോ, ഇവിടെ മറ്റേ ഷോപ്പില്ല, ഡിസ്കൗണ്ട്. ടഫില്ലെന്ന് തോന്നുന്നു. 35,000. എന്ത് രസമുള്ള കാർ ലെമ്പോ ആണ്. എന്ത് ലുക്ക് അത് കാണാൻ. വലിയ ഗുണമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ലംബോർഗിനി കാർ. ഞാന്റെ സാധനം മേടിച്ചു കറക്കി. സൂപ്പർ ഒച്ചയും ബേളൊക്കെ. ഈ സൂപ്പറൊക്കെ ഭയങ്കര ഒച്ചയാണ് കൈസ്. എനിക്ക് അറിയത്തില്ല. അത് പൊളിയാ. ആസ്റ്റൺ മാർട്ടിൻ മിറോയുടെ. എനിക്ക് ടെർബോള വണ്ടി ഇഷ്ടം. എനിക്കല്ല മറ്റേ ഇങ്ങനെ സൂപ്പർ ചാർജ് വണ്ടിയൊക്കെ. മറ്റേ വണ്ടികളാ എല്ലാം എടുക്കുമ്പോ ഒരു കാർ കൊടുക്കത്തില്ലേ, വയലറ്റ് കളർ, മറ്റേ ഗാലക്സി പോലെ. അല്ലല്ല, ലംബോർഗിനി എല്ലാം എടുത്ത 3 സ്കിൻ ഉണ്ടെങ്കിൽ ഒരു ലെജൻഡറി സ്കിൻ കിട്ടും. മറ്റേ എപ്പിക് ഇട്ടതില്ല എന്ന് വെച്ചാൽ എല്ലാം എടുത്ത ലംബോർഗിനി 6-8. എല്ലാ വണ്ടിക്കുണ്ട്. കൂപ്പിനാണ് കിട്ടും. കൂപ്പിന് വേറെ സ്കിൻ കിട്ടും. നീ ഒരു പച്ചയും അല്ലാതെ നീലയും അല്ല. 5-6 ലക്ഷം പൊട്ടിക്കേണ്ട വരും തോന്നുന്നു എല്ലാം കിട്ടണമെങ്കിൽ. 5-6 വേണ്ട. എന്റെ ഫ്രണ്ട് ഇത് 2 ലക്ഷം എന്തായാലും വേണം. 2 ലക്ഷം മിനിമം വേണം. ഞാൻ വെറും 1000 യൂസ് ചെയ്തിട്ട് കറക്കിയിട്ടാണ് ഈ വണ്ടി എടുത്തത്. ബൂസ്റ്റ് സ്പീഡ് മറ്റേതായോ, ഫോറക്സ് കിട്ടിയ ഇതിന് ട്രിക്ക് ഉണ്ടായിരുന്നു ലംബോർഗിയുടെ സമയത്ത്. ടോക്കൺ കിട്ടുന്ന ഇവന്റ് ഉണ്ടായിരുന്നു. പിന്നെ 5000 യൂസ് ചെയ്ത ടോക്കൺ ഒക്കെ കിട്ടത്തില്ലായിരുന്നു. ആണ് അതാ റിബേറ്റ് അടിച്ചോണ്ടിരുന്നു. RPന്റെ 1000 റിബേറ്റ് ഉണ്ടോ? അതിട്ടങ്ങ് ഞാൻ താങ്ങി. ഒരു മിഷൻസ് മൊത്തം അത് വെച്ചാ ചെയ്തത്. പൊക്കത്തേക്ക്. അയ്യോ, അവിടെ ഇവന്റെ ആളുണ്ടല്ലോ. സ്റ്റോൾബർ കയറി നോക്കട്ടാ. സ്റ്റോൾബർ ആയിട്ട് പോയാൽ മതി. ആദ്യം ഇവന്റ് കയറണ്ട. ഈ വണ്ടി കയറാത്തത് എനിക്കത് സ്പീഡ് കിട്ടിയാൽ മതി. പിന്നെ നിങ്ങൾ മോട്ടർ ട്രക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി സെക്കൻഡ് ഗിയറിൽ തട്ടിട്ട് സമയം എടുക്കും. തട്ടിക്കഴിഞ്ഞ വണ്ടി കിട്ടത്തില്ല. ഇത് ഹോഴ്സ് പവർ കൂടി വണ്ടി. അത് എന്റെ ഇരിക്കണം. ലിയോ വിൻഡീസിലോ എവിടെ? അല്ലെ 18 ഞാൻ AC 3 എടുത്തിട്ട് നമ്മള് കഷ്ടപ്പെട്ട് ആരോ പറഞ്ഞു
അവനെന്നെ ജെറ്റ് പാക്ക് കിട്ടിയുടെ ഇന്ന് എന്തൊക്കെ കിട്ടിയുടെ അവിടെ ആർക്ക്? ലിയോയ്ക്ക് അവന് ജെറ്റ് പാക്കും കിട്ടി. പറഞ്ഞൊക്കെ പറഞ്ഞാൽ ചാക്കോ അങ്ങനെ 6 ലൈക്ക് ഗൈസ്. താങ്ക് യു 6 ലൈക്സ് ആയി. 4 more to go. I got 10 supplies. ആകാൻ 4 കൂടി ഇന്ന് പേഴ്സൺ ഫസ്റ്റ്. അത് കൊള്ളാം. അത് നല്ലൊരു ആശയം വന്നു. എല്ലാരും അടിച്ചത് ഞാൻ എവിടെ പോയി ഇവരോട്ടല്ലോ നീ എവിടെ ചെന്നപ്പോഴവിടെ ഇവിടെ AK ഉണ്ടോ അവിടെ? തരില്ല ഞാൻ അങ്ങനെ സെൽഫി പോയി. എടുത്തിട്ടുണ്ട്. അയ്യോ ഇന്ന് ഞങ്ങൾ കിട്ടി. അത് പോയി. അത് കിട്ടി. അത് ഞെക്കി പോയി. പിടിച്ചാ മതി. അത് കിട്ടത്തില്ല റോട്ടസ്, അത് കിട്ടത്തില്ല. എന്റെ ഡിവൈസ് റിയൽമി എക്സ്3 ബ്രോ. ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്ത് സയാമിസ് ഇരട്ടകളോ? ബ്രൂട്ടസേ, ആ മേടിക്കരുത്, എന്റെ ഉണ്ട്. 2 സയാമിസ് ഇരട്ട. നന്ദിയുണ്ട്. ഇപ്പം കൊള്ളാം കേട്ടോ, എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇവൻ ആ ടൈപ്പുള്ള ആളല്ലട്ടാ. അതെല്ലാരും ഇഷ്ടം പറയും, നമ്മുടെ വൈബിന് പറ്റിയ ആളാന്ന് പറയും. അതന്നെ നിന്റെ ആ വൈബ് ശരിയല്ലെന്ന് ഞാൻ പറയണ ഇവിടെ അടുത്ത്. മഴവിൽ ടീംസ് ചേർക്കാൻ നോക്കുകയാണോ? ഞാൻ നമ്മൾ സിഗ്മ ടീംസിലാണ്. നിങ്ങൾ മറ്റേ കാവൽ ടീമിന്റെ കാര്യം സിഗ്മ ടീം നീ പറഞ്ഞാ പോരാ, നീ പ്രവർത്തിയിലും കാണിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയണ കാര്യം എനിക്ക് വയ്യ. ഇഷ്ടത്തിന് എപ്പോഴും അർത്ഥമുള്ളൂ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലവ്, കാതൽ, പ്രേമം. മറ്റേ ലൈക്ക് വേറെ, ഇഷ്ടം വേറെ. ഇതുണ്ട് ഇങ്ങനെ. അയ്യോ പോയി കയ്യിൽ പോയി. 30 വയസ്സല്ലേ? 80ന്റെ വായ നല്ല നിക്ക്. 31 വർഷം പറയണോ? 93 എനിക്ക് ജസ്റ്റ് മിസ്സായിരുന്നു. 93 ഇതായ 2000 1999 9 കണ്ടാ? അത് കണ്ടാ നിങ്ങൾ ഗൈസ്? 3 അതിനകത്ത്. എന്നിട്ട് അവൻ പറയണ നീല് നിനക്ക് 3 ഉണ്ട്, നീനൊക്കെ കൂടുതല്. സെപ്റ്റംബർ 7 കുറച്ചും കൂടെ ഒന്ന് മാറിയാതെങ്കിൽ 2-3 മാസം അറിയാതെങ്കിൽ ഇന്നലെ പൊക്കേടിയായിരുന്നു, ഇപ്പൊ ബ്രേക്കപ്പ് ആയി. ഇല്ലടേ അയ്യോ. I got supplies. കാശ് 93-ഉള്ളതാണോ? യെസ്, ഇങ്ങനെ 93-ഉള്ളതാണെന്നാണ് പറയുന്നത്. ഞാൻ 2000 മില്ലേനിയം ചേഞ്ച് കറക്റ്റ് 2000 തലകറിച്ച്. മോർ ബി പി തനിയെ കിട്ടുമല്ലോ, ഒന്നും ചെയ്യാനില്ല. മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് കിട്ടും. ഞാൻ 6 ലക്ഷം കൊടുത്തിട്ട് എനിക്ക് മലയാളം ഭാഷ തന്നില്ല. എനിക്ക് കിട്ടിയ 2 ലക്ഷം കൊണ്ടുള്ള എനിക്ക് ബാക്കി എല്ലാം ലക്കി നമ്പർ. ലക്കി മാത്രല്ല നക്കി നക്കുന്നത് ഞാൻ പറയണില്ല. എന്നെ ഒന്നും വിട്ടിട്ടില്ല. ഞാൻ മൂട് മാറി വർത്തനം തുറന്നു. ഞാൻ റെഡ് സോണിന്റെ അവിടെയൊക്കെ മാങ്ങാത്തൊരി അവിടെ ഇത്ര ആൾക്കാരുണ്ടാവട്ടെ മിക്കവാറും. നീ പോക്കും എന്റെ മനസ്സിലുള്ള ആളുണ്ടോ? ഇല്ല ഈ സോണ്ട് അച്ഛൻ സീനില്ല. ലൂട്ടാൻ പറ്റില്ല. സമയം ഈ വണ്ടിയാണ് ഈ തല പണിയും തന്നോണ്ടിരിക്കണേ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക്. ലിയോ പോയി നോക്കിയാണ് അവിടെ ആളുണ്ടോ നോക്കിയെന്ന് വെറുതെ പോയിട്ട്. എന്റെ ബാൻഡ് ഇടില്ല, എന്റെ ഒറ്റ ബാൻഡ് ഇടുള്ളൂ. ഞാനൊരു ബാൻഡ് പറക്കാൻ പറ്റിയില്ല. ഞാൻ മറ്റേ ഓട്ടോ പിക്കപ്പ് 30 ആക്കിട്ടൊക്കെ ഞാൻ ഇത്രയും ബുള്ളറ്റ് എടുത്തില്ല. ജെറ്റ് പാക്ക് എടുക്കാം. ഫേവറേറ്റ് ബിജിഎം യൂട്യൂബർ അങ്ങനെ ആളുണ്ടോ താഴെ?
പ്രൊഫസർ എന്താണ് താഴെ റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇല്ലായിരിക്കും ലൂട്ടൊന്നും ഇല്ല ഇല്ലെന്ന് ഇല്ല പോട്ടെ ഇല്ലെന്നൊരു വാക്കേട്ടം കാത്തിരിക്കുന്ന ഞാൻ വണ്ടി അപ്പൊ തന്നെ എത്തി ഇവിടെ. ജെറ്റ് പാക്ക് കണ്ടാൽ മാറ്റി ജെറ്റ് പാക്ക് എനിക്ക് കിട്ടി. ബാഗ് അല്ല മാമൻ ട്രാഗുഷ് ചെയ്യുന്നില്ല. ഇവിടെ ആരെ കേറിടാ, ഇവിടെ ആരെ കേറി. അയ്യോ ലൂട്ടില്ല. ലൂട്ട് ചെയ്താ ദാണ്ട് ഇതൊക്കെ കൊണ്ട് നടുക്കിട്ടിരിക്കുന്നു. 3 സ്മോക്കൊക്കെ താഴെ ഇട്ടേക്കണ. എന്തിനു കുഴപ്പം എനിക്ക് കിട്ടിയില്ല. നോക്കല്ലേ എനിക്ക് വല്ല പട്ടി ഷെഡിന്നൊക്കെ കിട്ടിയത്. ഇപ്പം ടോപ്പ് 7000 ഇപ്പൊ ഉണ്ട്. 7200 കറക്റ്റ് ആണ് പറയാണ്. ഫസ്റ്റ് കിടപ്പുണ്ടല്ലോ ഇവിടെ. പോവാം. ഈ സോണിപ്പോ തട്ടു. ഇപ്പൊ പണി കിട്ടി. എനിക്ക് ഈ സോണി കിടന്നു. എനിക്ക് ബാൻഡേഡ് കയ്യില്. ഇവിടുത്തെ ബാൻഡേഡ് എത്ര കുറച്ച് ബാൻഡേജ് മതി. എടുത്തോ. സോൺ തട്ടി. അതാണ് ലൈഫ് ഫോണിങ്ങനെ ഫുൾ ബൂസ്റ്റ്. അത് ഫുൾ ബൂസ്റ്റിന് പണി കിട്ടുക. അകത്തൊരു കയറ്റം നോക്കി പെട്രോൾ വരും. ഞാൻ വണ്ടി സ്റ്റാർട്ടായി. കേറേണ്ട വേഗം കേറിയ എടാ ഞാൻ പോണേ. നമ്മുടെ വണ്ടി ലിയോ ബ്രോ നമ്മളെ വണ്ടി ഞങ്ങൾ വരാം. ലിയോ വിട്ട് നീ നമ്മുടെ വണ്ടി നീ പറഞ്ഞോടാ. നീ ജെറ്റ് പാക്ക് വിട്ടോ. അല്ല അവിടെ എടുത്തോ. നീ പറഞ്ഞ അവിടെ ഒരു ബഗ്ഗിയുണ്ടോ നോക്കിയേ. 19 ഇവിടെ ഭാഗ്യം ഒന്നുമില്ല. നീ പറഞ്ഞു. ഇവിടെ ഒരു ബൈക്കുണ്ട്. മാർക്കോട് ഇവിടെ ഒരു ബൈക്കുണ്ട് പാലത്തിന് സൈഡിലായിട്ട്. ഇത് മാങ്ങാത്തൊള്ളി സോണാണല്ലോ. ഇത് എവിടെ പോയി കേറും? ഒരു മിനിറ്റ് നോക്കട്ടെ, നിരീക്ഷിക്കട്ടെ. അല്ലാതെ കയറി ചെന്ന് അണ്ണാക്കി കിട്ടുമടി. നമുക്ക് ബിൽഡിംഗ് നോക്കണം. തൽക്കാലം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് ഇപ്പൊ തന്നെ സോൺ പോവും. 10 സെക്കൻഡ്. ഒരാൾ പറഞ്ഞില്ല ഇപ്പൊ പോയത്. ലെഫ്റ്റ് സൈഡ് ആരോ പറഞ്ഞു. ഒരാളെത്തിയിട്ടില്ല കേട്ടാ. മിക്കറും കോഴിയും. ഇവിടെ വേഗം പാടെ. പൊക്കത്തെ ആളുണ്ടെന്ന് തോന്നേ. Watch out. ആ വിട്ടേക്ക. അത് വിട്ടേക്ക. നോക്കണ്ട. ആ ബിൽഡിങ്ങേ നോക്കണ്ട. ഇവിടെ സോൺ ഉണ്ടാവും. അടി ബാക്കത്തെ ബിൽഡിംഗ് ടാപ്പ് വരില്ലെന്ന് പറയാൻ വേണ്ടി ടാപ്പ് ചെയ്തോണ്ടല്ലോ. കണ്ട് നല്ല റെൻഡറുണ്ട്. വെയിറ്റ്. വണ്ടി നിർത്തില്ല. വണ്ടിയിട്ട് കറക്കിക്കൊണ്ടിരിക്കും. സോണോട് പോയി താഴെ ആരും വന്നല്ലോ. ഒരു ഇത് കാണിച്ച് വണ്ടിയുടെ പറന്നു പോയി കാണും.
ഓ പെട്രോള് കയറുന്നതില് വെരി ഗുഡ്. എടാ ഇത് ഇവന്റെ ആളെ പണ്ടാറകണ്ടി ഈശ്വര താഴത്തേക്ക് ഇറങ്ങല ഇവന്റിൽ. ഒരു ബഡ്ഡല് ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് നമ്മളെ താഴെ കൊണ്ട് ഇറക്കുമെന്നാണ്, കുഴപ്പമില്ല ഇറക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ ഇതേ ആള് അല്ല ബൈക്കാണത്. എടാ ബഗ്ഗി കിടക്കണ് ആള് എടാ രണ്ടുപേര്. എന്റെ പൊന്നെ ആരാമാരെ അടിക്കുന്നേ? ലിയോനെ ഞങ്ങളെ അല്ല ലിയോനെ ഞെക്കി. എടാ ഇത് പുഷ് ഇത് അടിയിട്ടോളം എല്ലാം മാർഗം ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. ഉണ്ട് ഉറപ്പായിട്ടും. ഫോണില്ല, വണ്ടി കറക്കി നിർത്തിയുണ്ട്, ബാക്ക് ഒക്കെ ആരും വരാതിരിക്കാൻ വേണ്ടി. ഓ പാർട്ടിക്കാരെ പുസ്തകം തുടങ്ങിയല്ലോ അവിടെ. അവിടെ നിന്ന് അറിയത്തില്ല ആരും അവിടെ നിന്ന് പറഞ്ഞു പോലും. ആ മരത്തിന്റെ അടുത്തൂടെ വരും. ഇത് വണ്ടി വന്നേ, വണ്ടി പൊക്കത്തുണ്ട്. എവിടൊക്കെ ഉണ്ട് കേട്ടാ, കിട്ടിയിട്ടുണ്ട് എനിക്ക്. മിത്തേ നൈസ്. വളരെ ശോകമായ ഒരു സ്ഥലമായിരുന്നത്.